കുട്ടികളിൽ സാമ്പത്തിക പരിജ്ഞാനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റും ഇസാഫ് ബാലജ്യോതിയും ചേർന്ന് സമഗ്ര സാമ്പത്തിക വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുകയാണ്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടത്തുന്നത്. IAM എക്കണോമിക്സ് വകുപ്പ് തയ്യാറാക്കിയ ഈ പാഠ്യപദ്ധതിയിൽ വ്യക്തിഗത വരുമാനം, ധനവിനിയോഗത്തിലെ ഉത്തരവാദിത്തം, സമ്പാദ്യശീലം, ഡിജിറ്റൽ ഇടപാടുകളിലെ സുരക്ഷ എന്നീ മേഖലകളെ മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്വഭാവത്തിലാണ് മാറ്റം വരേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും അതുകൊണ്ട് ഇത് തുടങ്ങേണ്ടത് സ്കൂളുകളില്, കോളേജുകളിലാണ്. തൊഴിലിനോടുള്ള, നമുക്കറിയാം കേരളത്തിലെ പൊതുവെ വൈറ്റ് കോളർ ജോബാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തൊഴിലിനോടുള്ള ഒരു സമീപനം മാറേണ്ടത് വളരെ ആവശ്യമാണ്. സ്വന്തമായിട്ട് നമുക്ക് സംരംഭകരാകാം, സ്വന്തമായിട്ട് നമുക്ക് തൊഴിൽ സൃഷ്ടിക്കാം എന്നുള്ളൊരു ആശയവും അതോടൊപ്പം തന്നെ ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന കഴിവനുസരിച്ചിട്ട് അവരുടെ തൊഴിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം എന്നുള്ളതിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 80കളുടെ അവസാനം 90കളുടെ ആദ്യമൊക്കെ പല സ്കൂളുകളിലും കോളേജുകളിലും കരിയർ ഗൈഡൻസ് പ്രോഗ്രാമോട് കൂടിയിട്ടാണ് ഇസാഫിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസാഫിന്റെ DNA അല്ലെങ്കിൽ ഇസാഫിന്റെ ആ ഉൾക്കാഴ്ച സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ഇത് പിന്നീട് നമ്മളുടെ അക്കാഡമിക് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ ഒരു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ സാമ്പത്തിക വിദ്യാഭ്യാസം എന്നുള്ളത് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് മാറും. അതിന് ഒരു അടിസ്ഥാനമായിട്ട് ഈ പഠനം മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമഗ്ര സാമ്പത്തിക വിദ്യാഭ്യാസം, ആക്റ്റീവ് ഫിനാൻഷ്യൽ ഇന്റർവെൻഷൻ. ഇസാഫിന്റെ ആരംഭം മുതൽ വിദ്യാർത്ഥികളുമായിട്ട്, കുട്ടികളുമായിട്ട് ചേർന്ന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാലജ്യോതി ക്ലബ്ബ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാങ്കിന്റെ ഒരു CSR പ്രോജക്റ്റാണ്. അതിൽ സാമ്പത്തിക വിദ്യാഭ്യാസമുണ്ട്, പല കാര്യങ്ങളും നമ്മൾ അതിൽ അവരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം കഴിഞ്ഞ വർഷം 10 ലക്ഷം ആളുകൾക്ക് 10.5 ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ വിവിധ തരത്തിൽ സാമ്പത്തിക വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. അത് മുതിർന്നവർക്കാണ്. പക്ഷേ ഡോക്ടർ അശോക് പറഞ്ഞതുപോലെ മുതിർന്നവരെക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുട്ടികളിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കുട്ടികളിൽ ഈ പഠനം നടത്തുകയും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള അഭിജിത്ത് ബാനർജിയും എസ്തർ ഫുള്ളോയൊക്കെ അഡോപ്റ്റ് ചെയ്ത ഇത് സോഷ്യൽ സയൻസിലേക്ക് അഡോപ്റ്റ് ചെയ്ത RCT മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പഠനം നടത്തുന്നത് എന്നുള്ളതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഏറ്റവും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോഴിക്കോടിന്റെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള IAM കോഴിക്കോടുമായിട്ട് ചേർന്ന് ഇസാഫ് ബാങ്കിന് പങ്കാളിത്തം വഹിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു.